ഇന്നലെ ലൈവിൽ വന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മളെ മണ്ണിടിച്ചിലുമായി ഉണ്ടായ കാര്യങ്ങളും അതുമായി ഉണ്ടായ ദുരന്തത്തെ പറ്റിയൊക്കെ. പക്ഷേ എന്താണ് പറയുക, ഇന്ന് നമ്മുടെ നാട്ടിൽ ഇന്നലത്തേന് ശേഷം ഒരുപാട് പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ ഉണ്ടായിട്ടുണ്ട്. പല രാഷ്ട്രീയക്കാരും ഇപ്പം അതിന്റെ പുറകിലാണ്. ഇവിടെ ഉണ്ടായത് എന്താന്ന് ചിന്തിക്കാതെ, ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ എവിടെങ്കിലും നിന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതായത് ഈ കള്ളാടി തുരങ്കപാത ഉണ്ടാവുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പാറന്റെ മേലെ കുറച്ച് മാത്രം മണ്ണുകളുള്ള ഒരു പ്രദേശമാണ്. അപ്പം അധികം മണ്ണില്ല. അപ്പം പാറമ വലിയ ഗ്രിപ്പില്ലാത്ത മണ്ണാണുള്ളത്. അപ്പം ഈ മണ്ണിന്റെ അടിഭാഗം എടുത്തിട്ട് എന്ത് ചെയ്തു വെച്ചാൽ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇത് എന്താ നമ്മളിങ്ങനെ വാരി തേച്ച് ഒട്ടിച്ചു വെക്കുന്ന മാതിരി ഒട്ടിച്ചു വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 100-200 അടി ഹൈറ്റുള്ള മണ്ണ് ഈ കോൺക്രീറ്റ് ഇങ്ങനെ നമുക്കിപ്പോൾ ഒരു ഒരു വീടിന്റെ ചുറ്റും റിട്ടേൺ ബാൾ അടിക്കുകയാണെങ്കിൽ തന്നെ എയറോളൊക്കെ ഉണ്ടാവും. ഇതിന് എയറോളൊന്നുമില്ല. ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങനെ പതിച്ച് ഒട്ടിച്ചു വെച്ചപ്പം മേലുണ്ടായ മഴ പെയ്തപ്പോൾ മേലിന് ഉണ്ടായിരുന്ന ഉറവുകളും വെള്ളമൊക്കെ ഈ കോൺക്രീറ്റിൽ വന്നിട്ട് എന്തായിപ്പോയി, ജാമായി. ഇത് അതിൻ്റെ ഉള്ളിൽ മർദ്ദമുണ്ടായി. അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എയർ തിങ്ങി. അപ്പം ഈ എയർ തിങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ റിട്ടേൺ ബാൾ വരെ പൊട്ടിപ്പോവും. അപ്പൊ ഇത്രയും വലിയൊരു കോൺക്രീറ്റ് ഇങ്ങനെ പൊത്തിവെച്ചാൽ, അത് എയറോളൊന്നും ഇല്ലാതെ പൊത്തിവെച്ചാൽ മേലെന്നുണ്ടാവുന്ന ഉറവുകളും അതുപോലെ തന്നെ മഴവെള്ളവും ഒരുമിച്ച് വന്നിട്ട് ഈ മണ്ണിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഇതിൽ ജാമായിട്ട് ഇതൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒറ്റ പൊട്ടും. അതെല്ലാവർക്കും അറിയാം. ഇത് നിർമ്മാണ കമ്പനിക്ക് അറിയാത്തതാണോ, ഇനി നിർമ്മാണ കമ്പനി ഇത് ആലോചിക്കാത്തതാണോ, അതിനുള്ള എഞ്ചിനീയർമാർ അവിടെ ഇല്ലാത്തതാണോ എന്നൊക്കെ മറ്റുള്ള കാര്യം. ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിപ്പോ ഏത് ഒരു ചെറിയ കോൺട്രാക്ടർക്കാർക്ക് വരെ അറിയാം, ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിനുള്ളിൽ മർദ്ദം വരും. അതിന് എയറോൾ വേണം. അപ്പൊ എയറോൾ ഇല്ലെങ്കിൽ മഴക്കാലത്ത് വെള്ളം ഒഴിവാനുള്ള ചെറിയ ചെറിയ ഹോൾസുകൾ നമ്മളിടും. ഇതൊക്കെ ഒരു ശാസ്ത്രീയ വശമാണ്. അതവിടെ ഉണ്ടായിട്ടില്ല. അപ്പം വലിയൊരു 200 അടി മേലിന്ന് വരുന്ന താങ്ങി നിർത്താവുന്ന ഒരു കോൺക്രീറ്റ് ഭിത്തിയൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പം നിർമ്മാണ കമ്പനീന്റെ അപാകത മൂലമാണ് ഇതുണ്ടായിട്ടുള്ളത്. ഇടുക്കിയിലെ പല ഡാമുകൾ വരെ ഉണ്ടാക്കിയിട്ട് വെള്ളം കെട്ടി നിർത്തുന്നിടത്ത് ഇവിടെ ചെറിയൊരു എന്താ പറയാ ഒരു മണ്ണിടിച്ചിൽ തടയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ നിർമ്മാണ കമ്പനിന്റെ അപാകതയാണ്. അതിന് ഇന്നലെ പല രാഷ്ട്രീയക്കാരുകളും പല ആളുകളും ചാനലുകളൊക്കെ വന്നിട്ട് പരിസ്ഥിതി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി. നമ്മൾ ജനിച്ച് വളർന്ന നാടാണ് വയനാട്. അപ്പം വയനാടിനോട് നമുക്ക് പല കടപ്പാടുകളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ജനിച്ച് വളർന്ന നാട് നശിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമോ? പ്രത്യേകിച്ച് വയനാട് നിങ്ങൾ അറിയുന്ന മാതിരി, അല്ലെങ്കിൽ വയനാട്ടിൽ ഒരു 25ഓളം പഞ്ചായത്തുകളുണ്ട്, 3 മുനിസിപ്പാലിറ്റികളുണ്ട്. 25 പഞ്ചായത്തിൽ ഒരു പഞ്ചായത്ത് മാത്രമാണ് മേപ്പാടി. മേപ്പാടിയിൽ തന്നെ 22 വാർഡുകളുണ്ട്. ആ 22 വാർഡിൽ 1-2 വാർഡ് വരുന്ന സ്ഥലമാണ് ഈ ചൂരമല കള്ളാടി എന്നൊക്കെ പറഞ്ഞ ഭാഗം. അതുകൊണ്ട് വയനാടിനെ മൊത്തത്തിൽ മോശമാക്കി, വയനാട് മൊത്തം നോ സേഫ് എന്നൊക്കെ എഴുതി അയക്കുമ്പോൾ വേദനിക്കുന്നത് നമ്മളെപ്പോലത്തെ ഈ വയനാട്ടുകാർക്കാണ്. രണ്ടാമത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2 സംസ്ഥാനങ്ങളുമായി ടച്ച് ചെയ്തെടുക്കുന്ന ഏക ജില്ലയാണ് വയനാട്. കർണാടക, കേരളം. അപ്പം വയനാടിന്റെ ഒരു പരിധി വരെയുള്ള ഭൂപ്രകൃതി കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതിയാണ്. അതായത് നിരന്ന ഭൂമിയാണ്. ബാക്കി ഈ നീലഗിരി ഭാഗം വരുന്ന ഈ ഒരു ബെൽറ്റ് ഉണ്ട്. ഈ വൈത്തിരി മുതൽ ലക്കിടി മുതൽ ഇങ്ങനെ വരുന്ന ഒരു ബെൽറ്റ്. ആ ബെൽറ്റിലാണ് എന്താ പറയാ ചെറിയ ചെറിയ മലയുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അല്ലാതെ വയനാട് മൊത്തം സേഫ് അല്ല, വയനാട് മൊത്തം അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് എഴുതി അയക്കുമ്പം വയനാട് ഒറ്റയടിക്ക് അങ്ങ് ഇല്ലാതായി പോവുകയാണ്. അത് പ്രത്യേകിച്ച് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പല എംപിമാരൊക്കെ, ഇന്നലെ കാസർഗോഡ് എം പി ഒക്കെ പറയുന്നുണ്ട് വയനാട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ പല എംപിമാരും MLA-മാരും എവിടെങ്കിലും നിന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ പാവം വയനാട്ടുകാരായ നമ്മൾ ആണ് കഷ്ടപ്പെടുന്നത്. വയനാടിന് ഇതിന് തുരങ്കപാത ഒന്നും വേണമെന്നില്ല, മറിച്ച് നല്ല രീതിയിൽ യാത്ര ചെയ്യാനുള്ള ഒരു റോഡ് ഉണ്ടാക്കി കിട്ടിയാൽ മതി. അതിപ്പോ എവിടെ ആയാലും മതി. അട്ടമ്മൽ നിന്ന് നിലമ്പൂർക്ക് ഉണ്ടാക്കാം, അല്ല പൂയിത്തോടിന്ന് പടിഞ്ഞാത്തർക്ക് ഉണ്ടാക്കാം. എവിടെ ആയാലും നമ്മൾ ഓക്കെയാണ്. 5-6 മണിക്കൂർ ചുരത്തിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ അറിയുള്ളൂ. അട്ടമലന്ന് നിലമ്പൂർക്ക് റോഡ് ഉണ്ടാക്കാൻ എന്താ തടസ്സം? കുറച്ച് കിലോമീറ്റർ വനം ആണ്. ഈ വനം ആരാണ്? ഇതൊക്കെ കേന്ദ്രം കേരളമൊക്കെ ഒന്നല്ലേ? ഇവിടുത്തെ മനുഷ്യർക്ക് ഉപയോഗിക്കേണ്ട തന്നെയല്ലേ? അതിന് 8 കിലോമീറ്റർ വനം പോകുന്നതിന് അതിന്റെ എത്രയോ ഇരട്ടി വേണമെങ്കിൽ ഇനി സർക്കാർ കൊടുത്തില്ല, ഇവിടുത്തെ സാധാ ജനങ്ങൾ
പിരിവിട്ടിട്ടോ അല്ലെങ്കിൽ അവരെ ഭൂമിയിൽ നിന്ന് കൊടുക്കാൻ തയ്യാറാണ് ഫോറസ്റ്റിന്. അതുപോലും നമുക്ക് എന്താ പറയാ, അപ്പൊ എത്രയും യാത്രാ പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ടാണ് വയനാടിന് തുരങ്കപാത വേണം, അല്ലെങ്കിൽ അതുപോലത്തെ മറ്റേതെങ്കിലും ബദൽ റോഡ് വേണം എന്ന് ആവശ്യപ്പെടുന്നത്. അപ്പൊ അതില്ലാതാക്കുന്ന കപട പരിസ്ഥിതിവാദികൾ ഇന്ന് ആയുധമാക്കും ഏത് ഇന്നലെ ഉണ്ടായ ദുരന്തം. അപ്പൊ ദുരന്തത്തെ നിസ്സാരവൽക്കരിക്കുകയല്ല, ഈ ദുരന്തം മുതലെടുത്തുകൊണ്ട് വയനാടിനെ ഇല്ലാതാക്കുന്ന പ്രവൃത്തി ചെറുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാരൊക്കെ അവരുടെ പക്വതക്കനുസരിച്ചിട്ട് പഠിച്ച് മാത്രം സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. വയനാടിന് ഒറ്റടിക്ക് ഒരു ജനതയെ മൊത്തത്തിൽ അങ്ങ് ഇല്ലാതാക്കുക വേണ്ടിയിട്ട് വെറുതെ മാധ്യമങ്ങൾ മുന്നിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാതിരിക്കുക. അപ്പൊ ഇന്നലത്തെ ഈ ഇടിച്ചില് ഏത് ചെറിയ ആളുകൾക്ക് പോലും, ഇതിന് എഞ്ചിനീയറിംഗ് വൈവിധ്യമൊന്നും വേണ്ട, ചെറിയ ആളുകൾക്ക് മനസ്സിലാവും. ഒരു അടിഭാഗം മൊത്തം തുറന്നിട്ട് മണ്ണിങ്ങെടുത്താൽ മേലിന്ന് മണ്ണ് വരില്ലേ? അതും ഈ ഇവിടുത്തെ മഴ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ടൈമിൽ വലിയ മഴ പെയ്യുന്ന സമയത്ത് പാറമെന്ന് ഒലിച്ചു വരുന്ന ഉറവുള്ള സ്ഥലത്ത് ഇതുപോലെ കോൺക്രീറ്റിന്റെ അടിയിൽ ജാമാവും. കോൺക്രീറ്റിന് മർദ്ദം വരുമ്പോൾ ഇത് ഒരുമിച്ച് പൊട്ടി വരും. ഇത് ആർക്കാണ് മുല്ലപ്പെരിയാർ പോലത്തെ ഡാമുകൾ നിർമ്മിച്ച് ഉള്ള നമ്മളെ കേരളത്തിൽ ചെറിയൊരു തുരങ്കത്തിനൊരു എന്താ പറയുക കോൺക്രീറ്റ് ചെയ്തിട്ട് മണ്ണ് നിർത്താൻ കഴിവില്ലാത്ത കമ്പനി ആയതുകൊണ്ട് ഉണ്ടായ സംഭവമാണ്. അതിനെ വയനാടിനെ മൊത്തത്തിൽ ഒറ്റപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിക്കുന്നു.